ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് മൂകാംബിക പോയൊരു വ്ളോഗാണ് കേട്ടോ ഇടുന്നത്. ഞങ്ങള് പാലക്കാട് മണ്ണാർക്കാട് നിന്നാണ് ബസ് കയറിയത്. ഹസ്ബൻഡിന്റെ വീട് പാലക്കാടാണ്. അപ്പോൾ ഞങ്ങളൊരു 8:45 കൂടി മൂകാംബികയിലേക്ക് ബസ് കയറി. രാവിലെ ഒരു 6 കൂടി ഞങ്ങൾ മൂകാംബിക എത്തി. കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു 12 മണിക്കൂർ ഇരുന്ന് ഇരുന്ന കാരണം എനിക്കൊരു കാലുവേനയൊക്കെ പോലെ വന്നു. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടനും മാമയ്ക്കും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ചേട്ടനും മാമയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ രാവിലെ ഒരു 6:30-7 മണിയോട് കൂടി അവിടെ എത്തി. ലളിതാംബിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് റൂം എടുത്തത്. എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന്റെ തന്നെയാന്ന് തോന്നുന്നു. അവിടെ ഞങ്ങൾ റൂം മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ റൂം എടുത്ത് അന്നത്തെ ഒരു വൈകിട്ട് ഒരു 7 മണി 8 മണി വരെ റൂം, അങ്ങനെ വൺ ഡേ റൂമാണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ മൂകാംബികയിൽ എത്തി. അമ്പലത്തിൽ കയറി തൊഴുതു. നന്നായി ദേവിനെ കാണാൻ പറ്റി. ഞങ്ങള് നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങള് ചെല്ലുമ്പോ ദേവീനെ ഇങ്ങനെ പ്രദക്ഷിണം വെക്കുക ചുറ്റും. അതുകൊണ്ട് ദേവീനെ നന്നായി കാണാൻ പറ്റി. ഉള്ളിൽ കയറിയിട്ട് നന്നായി കാണാൻ പറ്റി. അതുപോലെ മുമ്പ് ഞാൻ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് പ്രസാദോട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം പോയപ്പോൾ ആ ഒരു ആഗ്രഹവും സാധിച്ചു. നന്നായി പ്രസാദോട്ട് കഴിക്കാനും പറ്റി. പിന്നെ നല്ല വിശപ്പ് ആയിട്ടിരിക്കുന്ന കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അവസാനം പായസം വന്ന് അത് വേഗം കഴിച്ചു. പ്രസാദോട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങള് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് സൗപർണികയിലേക്ക് പോയി. ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സൗപർണിക നദി പോയി കണ്ടു. കുറച്ചേരം അവിടെ ഇരുന്നു. ഡ്രസ്സൊന്നും നനയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം വൈകിട്ട് തിരിച്ചു പോരണല്ലോ. ബസ് ആ ടൈമില് വൈകിട്ട് ഒരു 8:45 തന്നെ നമുക്ക് തിരിച്ചും കയറണം നമ്മള്. അപ്പോൾ ഡ്രസ്സൊന്നും നനച്ചില്ല. കാലൊക്കെ നനച്ചു. കാല് മാത്രം നനയ്ക്കാൻ പറ്റിയുള്ളൂ. അങ്ങനെ സൗപർണിക നദിയും കണ്ടു. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ കയറി നമ്മുടെ നാളും പേരും പറഞ്ഞു കൊടുത്താൽ നമുക്ക് കയ്യുമ കെട്ടാനുള്ള ചരടൊക്കെ തരും. വൈകിട്ട് ഒന്നും കൂടി ദേവീനെ പോയി കണ്ട് ഞങ്ങള് തിരിച്ച് ആ ബസ്സിൽ തന്നെ കയറി തിരിച്ചിങ്ങോട്ട് പോകുന്നു. പക്ഷെ നന്നായിരുന്നു. ഒരു 750 രൂപയൊക്കെ ഒരാൾക്ക് ഉള്ളൂ എന്ന് തോന്നുന്നു ടിക്കറ്റിന്. പക്ഷെ ഒരു ഒറ്റ ദിവസം കൊണ്ട് മൂകാംബിക പോയി വരാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ KSRTCയുടെ ഈ ബസ്സിൽ പോകുന്നത് നല്ലതാ. അങ്ങനെ ഞങ്ങള് തിരിച്ച് മൂകാംബികയിൽ നിന്ന് ഒരു 8:45 കൂടി തിരിച്ച് കയറി. വലിയ കുഴപ്പമില്ലാത്തൊരു ട്രിപ്പായിരുന്നു. ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ദേവിനെ നന്നായിട്ട് കാണാൻ പറ്റി. നന്നായി മൂകാംബികയിൽ തൊഴാനൊക്കെ പറ്റി. അടുത്ത പ്രാവശ്യം ഇതുപോലെ പോകാൻ സാധിക്കട്ടെ. എല്ലാ വർഷവും പോകാനായിട്ട് സാധിക്കട്ടെ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.